ആത്മനിർമ്മാൺ ഭാരതിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യയുടെയൊക്കെ ഭാഗമായി ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ സഹായം കൊടുത്തിട്ടുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് 4-5 വർഷം മുമ്പ് ഹൈദരാബാദിൽ ആരംഭിച്ചു. അവർ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണത്തിലേക്ക് സക്സസ് ആയിരിക്കുന്നു. വിക്രം-1 എന്ന സ്വകാര്യ റോക്കറ്റ് ഇന്നലെ വിക്ഷേപിച്ച് വളരെ അഭിമാനകരമായ നേട്ടമുണ്ടാക്കി എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. ശരിക്കും പറഞ്ഞാൽ ആ വാർത്തയിൽ അത്ഭുതമില്ല. കാരണം ISROയിൽ നിന്ന് റിട്ടയർ ആയവരും വോളണ്ടറി സർവീസ് എടുത്തു പോയിട്ടുള്ള സീനിയർ കുറേ ഓഫീസർമാരും ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ISRO ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, മാസീവായിട്ട് വോളണ്ടറി റിട്ടയർമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു ഉത്തരവ് ISRO ഇറക്കിയിട്ടുമുണ്ട്. അങ്ങനെ വളരെ മാസീവായി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ മറ്റു ചില ചരിത്രവുമുണ്ട്. സ്വകാര്യ മേഖലയിൽ റോക്കറ്റ് ഉൽപ്പാദനമാകാമോ? വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ സമൂഹം ചോദിക്കുന്നുണ്ട്. ISRO സ്വകാര്യവൽക്കരിക്കുമോ? ഒരു കാരണവശാലും ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഒരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇത് സമ്പൂർണ്ണമായി വിശ്വസിക്കാവോ? സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിൽ കുഴപ്പമില്ല, തീർച്ചയായും സ്റ്റാർട്ടപ്പുകളാകാം. പക്ഷെ പ്രതിരോധ മേഖലയിൽ, സ്പേസിൻ്റെ മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ആശങ്കകളും ചെറുതല്ല. നാം ക്രയോജനിക് യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതായി ബന്ധപ്പെടുത്തി വലിയ വിവാദം മുൻപ് ഉണ്ടായിട്ടുണ്ട്. നമ്പി നാരായണൻ്റെയും മറിയം റഷീദയുടെ കേസ് ഫാബ്രിക്കേറ്റഡ് ആയാലും അല്ലെങ്കിലും, ഫാബ്രിക്കേറ്റഡ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്, പക്ഷേ ഫാബ്രിക്കേറ്റഡ് ആയാലും അല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഉണ്ടാകാം, മനുഷ്യരാണല്ലോ. 1991 സോവിയറ്റ് റഷ്യ നമ്മെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അമേരിക്ക നമുക്ക് വിലക്കേർപ്പെടുത്തി, സോവിയറ്റ് റഷ്യക്ക്. പിന്നെ അത് പരിഹരിക്കപ്പെട്ടു. എന്തായാലും ആ വിലക്കിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യ ലോക സ്പേസ് ഭൂപടത്തിൽ വളരെ ഉന്നതങ്ങളിലെത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷെ അതെത്തുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അങ്ങനെ അല്ലെങ്കിൽ അന്നത്തെ പട്ടേലും അടക്കമുള്ള അന്നത്തെ മഹാരഥന്മാരിരുന്ന് കൂടിയിരുന്ന് ആലോചിച്ചത് ഇന്ത്യക്ക് ഏത് വഴിയാണ് തീരുമാനിക്കേണ്ടത്, ഏത് വഴിയാണ് എടുക്കേണ്ടത്. അമേരിക്കയുടെ സമ്പൂർണ്ണമായ മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് സാമ്രാജ്യത്വ വഴി എടുക്കണോ, അതോ സമ്പൂർണ്ണമായി സർക്കാർ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്ന, പൊതുമേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, സ്വകാര്യ മേഖല ഒട്ടുമേ ഇല്ലാത്ത സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എടുക്കണോ എന്ന് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ചർച്ചയിൽ അവസാനം തീരുമാനമായത് സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എടുക്കേണ്ട, മുതലാളിത്ത കൺസെപ്റ്റ് എടുക്കേണ്ട, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ നമുക്ക് കൊണ്ടുപോകാം, ഒരു മിക്സഡ് എക്കോണമി നമുക്ക് കൊണ്ടുപോകാം. പ്യുവർലി സോഷ്യലിസ്റ്റിക് എക്കോണമി അല്ല, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമല്ല, അങ്ങനെ ഒരു മിക്സഡ് എക്കോണമിയാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ മിക്സഡ് എക്കോണമി കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, സ്വകാര്യ മേഖല ഒരു കാരണവശാലും പൊതുമേഖലയെ വിഴുങ്ങാൻ പാടില്ല, പൊതുമേഖല സ്വകാര്യ മേഖലയെയും അടക്കി വാഴാനും പാടില്ല. ഇതൊരു പരസ്പര ധാരണയുടെ പുറത്ത് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതാണ് ഈ ഓഹരി വിൽക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നം. കൊച്ചിൻ പോർട്ടിൻ്റെയൊക്കെ ഓഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ പ്രശ്നം അതാണ്. അതുപോലെ വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരി വിറ്റു എന്നൊക്കെ MSC കമ്പനിക്ക് വിറ്റു എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രശ്നം അവിടെയാണ്. സ്വകാര്യ മേഖല ഒരിക്കലും ലാഭത്തിനപ്പുറം മറ്റൊന്നും അവർ ചിന്തിക്കാറില്ല. പൊതുമേഖല അങ്ങനെയല്ല, കുറേ കൂടി സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സ്പേസ്, സോഷ്യൽ കൺസേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുമേഖല നോക്കാറുണ്ട്. മൂലധനത്തിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും പുതിയ യോഗത്ത് ഡേറ്റ ജനറേഷനും ഡേറ്റ ട്രാൻസ്ഫറും ഡേറ്റ ഷെയറിങ്ങും ഒക്കെ വളരെ വലിയ വിഷയമാണ്. ഫോർമുലകളും ഡേറ്റകളും ഇൻഫർമേഷനും കണക്ടിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തേത് രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ വളരെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഡേറ്റയും ഇൻഫർമേഷനും ഫോർമുലയും ഒക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ISROയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ VRS എടുത്തിട്ടുള്ള ആളുകൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായി അവർ ഒഫീഷ്യലായും അൺഒഫീഷ്യലായും ISROയുടെ ഡേറ്റയും ഡീറ്റെയിൽസും ഒക്കെ കിട്ടാനും എടുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തരത്തിൽ അത് വിദേശ കമ്പനികളും ഇതിനകത്ത് വന്ന് ഇതിൻ്റെ ഓഹരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ
അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ചെയ്തല്ലേ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ഡാറ്റ പൂളിങ്ങിൻ്റെയും ഡാറ്റ ഷെയറിങ്ങിൻ്റെയൊക്കെ വിഷയം ഉണ്ടോ എന്നുള്ള സംശയവും വരുന്നുണ്ട്. സർ വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന മൈസൂറിലെ രാജാവിൻ്റെ ദിവാനായിരുന്ന വിശ്വേശ്വരയ്യ, അദ്ദേഹമാണ് വൃന്ദാവൻ ഗാർഡനും കാവേരിയും ഒക്കെ പണിയിക്കുന്നതിൽ, വലിയ അണക്കെട്ടുകളൊക്കെ പണിയുന്നതിലൊക്കെ വലിയ അഗ്രഗണ്യനായ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സർ വിശ്വേശ്വരയ്യ മ്യൂസിയം ഒക്കെ ഉണ്ട്, വളരെ പ്രസിദ്ധമാണ്. മൈസൂരിൽ പോകുന്നവർക്ക് ആ മ്യൂസിയം കാണാൻ, പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നവർക്ക് ആ മ്യൂസിയം കാണാൻ വളരെ വലിയ ആൾക്കൂട്ടം ഒക്കെ ഉണ്ട്. നല്ല വലിയ മ്യൂസിയം ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹം, പക്ഷേ അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകില്ല, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഡോക്ടർ കെ എൻ രാജു എക്കണോമിസ്റ്റ് ആണെങ്കിലും അദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സർവകലാശാലയിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടെ CDS എന്ന് പറഞ്ഞ സംവിധാനത്തിൽ കൊതുകുകടി കൊണ്ട് അവിടെ ആ പ്രസാദ് നഗറിലെ മലയുടെ മുകളിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ സൂചിപ്പിച്ചത് ISRO എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുവിധം വലിയ ശമ്പളമാണ് കൊടുക്കുന്നത്. നേരത്തെ ഒരിക്കലും ഒരു 450 കോടി രൂപ ISRO കൊടുത്തപ്പോൾ നാട്ടിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ പൈസ എടുത്ത് കക്കൂസ് പണിത് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ കുടിവെള്ളം കൊടുത്തുകൂടെ, ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട 450 കോടി രൂപ എന്തിനാണ് ഒരു റോക്കറ്റ് വിട്ടതുകൊണ്ടുള്ള പ്രയോജനമെന്ന്. പക്ഷേ ഇപ്പോൾ അതല്ല. റോക്കറ്റ് വെറും റോക്കറ്റ് മാത്രമല്ല, സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയുടെ അനന്തമായ സാധ്യതയാണ്. ടെലിമെഡിസിനും എഡ്യൂസാറ്റും അഗ്രികൾച്ചറും എന്നൊക്കെ പറയുന്ന വളരെ വലിയ സാധ്യതയിലേക്കാണ് ആളുകളുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാനൊക്കെ കഴിയുന്ന നൂറുകണക്കിന് പദ്ധതികൾ ചെയ്യാനുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ, വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്താൻ കഴിയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ISROയുടെ ഈ വിക്ഷേപണവും പരിപാടികളും സീരിയസ് ആയിട്ടും കൂടുതൽ ഭംഗിയാക്കണം. അവിടെ സ്വകാര്യ മേഖല എത്ര കണ്ടാകാം, ഏതൊക്കെ മേഖലയിലാകാം, എത്ര ഷെയറിലാകാം, അത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പം നാളെ രാവിലെ എല്ലാ ഡേറ്റയും കൂടെ എടുത്തുകൊണ്ട് പോയെന്നോ അല്ലെങ്കിൽ ഡേറ്റ ഷെയർ ചെയ്യില്ലെന്നൊന്നുമില്ല. കാരണം ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി നമ്മൾ ധാരാളമായി ഡേറ്റ ഷെയറിങ്ങും ഡേറ്റ പൂളിങ്ങും ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ഷെയർ ചെയ്യാത്തതും പൂൾ ചെയ്യാത്തതുമായ ഫോർമുലകളുണ്ട്. അതൊരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുള്ളൂ, അതിനു മുമ്പേ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ചിലത് വികസിപ്പിച്ചെടുത്താൽ ഒരു ഘട്ടം കഴിഞ്ഞ് കൊടുക്കും, പക്ഷേ അല്ലാതെ കൊടുക്കത്തില്ല. അതെല്ലാം ഉള്ള ഈ രാജ്യത്ത് ലോകമൊരു മാർക്കറ്റായി ചുരുങ്ങിയിരിക്കുന്ന, ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം പോലെ ലോകം കാണുന്ന ഈ ലോകത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഡാറ്റ ജനറേഷനും ഡാറ്റ ട്രാൻസ്ഫറും ഡാറ്റ അനാലിസിസും അതിൻ്റെ ആതൻറ്റിക്കേഷനും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ സ്വകാര്യ മേഖലയിൽ സ്പേസ് ടെക്നോളജിയിലും അല്ലെങ്കിൽ ഡിഫൻസുമൊക്കെ എത്ര വരെയാകാം, ഏത് സ്റ്റേജ് വരെയാകാം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ, ഒരു ലക്ഷ്മണരേഖ അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വകാര്യ മേഖലയെ പൊതുമേഖല വിഴുങ്ങും, അല്ലെങ്കിൽ പൊതുമേഖലയെ സ്വകാര്യ മേഖല വിഴുങ്ങും. ഇതേത് വിഴുങ്ങിയാലും നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ദോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം വിഴുങ്ങാതെ, എന്നാൽ സ്വകാര്യവൽക്കരിക്കാൻ പറ്റുന്നത് മാത്രം സ്വകാര്യവൽക്കരിച്ച് മുഴുവൻ കാര്യങ്ങളും സ്വകാര്യവൽക്കരിക്കാതെ, അല്ല പറ്റുമെങ്കിൽ അത് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി വളരെ കൃത്യമായി, പറ്റിയില്ലെങ്കിൽ മാത്രം ചില കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം വളരെ വലിയ പരിപാടികൾ സ്വകാര്യ മേഖലയിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ചർച്ച ചെയ്യണം. പക്ഷേ എന്തായാലും ഇന്നലത്തെ വിക്രം അതൊന്നും വിഷയമൊന്നുമുള്ളതല്ല. വളരെ നന്നായി അവർ പെർഫോം ചെയ്തു, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിക്രത്തെ സംബന്ധിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണുള്ളത്. ഇനിയും അത്തരം സംരംഭങ്ങളൊക്കെ വരട്ടെ. ഞാനീ പറഞ്ഞ ആശങ്കയായി തന്നെ അപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ട്.